മാത്സ്. PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ 12:144 അതിന് സമാനമായിട്ടുള്ള ബന്ധം വേണം. ഈസ് ഇക്വലൻ്റ് ടു, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, ഈസ് ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇതേ സമാനമായിട്ടുള്ള ബന്ധം ഈ ഓപ്ഷനിൽ നിന്ന് ഏതാണെന്ന് നോക്കണം. 12ൻ്റെ സ്ക്വയറാണ് ഇവിടെ 144. 12 × 12, 12ൻ്റെ സ്ക്വയറാണ് 144. അപ്പോൾ നമുക്ക് അതേ ബന്ധം വേണം ഇവിടെയും വരാൻ. 12ൻ്റെ സ്ക്വയർ, ഇവിടെ 20ൻ്റെ സ്ക്വയർ അല്ല 220, 15ൻ്റെ സ്ക്വയറാണ് 225. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 15ൻ്റെ സ്ക്വയറാണ് 225. നമ്മുടെ ഉത്തരം ഏതാണ്? 15:225. അടുത്തത് 5:7. ഇതേ സമാനമായിട്ടുള്ള ബന്ധം വേണം ഇവിടെ വരാൻ. 13:. അതായത് 5, ഇതിൻ്റെ ഈ സംഖ്യയുടെ പ്രത്യേകത, ഈ സമാനമായിട്ടുള്ള ബന്ധം വേണം ഇവിടെ വരാൻ. ഈ സംഖ്യയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഈ സംഖ്യയുടെ പ്രത്യേകത 5 കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത അഭാജ്യ സംഖ്യയാണ്. അതായത് 5-ന് 1, 5 മാത്രമേ ഉള്ളൂ ഘടകങ്ങൾ. 2 കൂടുതൽ ഘടകങ്ങളുള്ളതിനെ ഭാജ്യ സംഖ്യ അഥവാ കോമ്പസിറ്റ് നമ്പർ എന്ന് പറയും. ഇത് പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ. 5-ന് തൊട്ടടുത്ത അഭാജ്യ സംഖ്യ 7 ആണ്. 13 കഴിഞ്ഞ് തൊട്ടടുത്ത പ്രൈം നമ്പർ വേണം വരാൻ. ഇവിടെ 17 ഉത്തരം. 17 ഓപ്ഷൻ എ ആണ്. 17. ഇത് 5 കഴിഞ്ഞ് തൊട്ടടുത്ത പ്രൈം നമ്പർ, 5 കഴിഞ്ഞ് തൊട്ടടുത്ത അഭാജ്യ സംഖ്യ. ഇവിടെ 13 കഴിഞ്ഞ് തൊട്ടടുത്ത അഭാജ്യ സംഖ്യ വേണം വരാൻ. 17. 3, 6, 11, 18, 27. അടുത്ത കോളം പൂരിപ്പിക്കുക. അതായത് 3, 3, 6, 6, 5, 11, 11, 7, 18, 18, 9, 27. 3 കൂട്ടി 5 കൂട്ടി 7 കൂട്ടി 9 കൂട്ടി ഇനിയും 11 കൂട്ടണം. അത് 27, 11, 38. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതൊരേ രീതിയിലെ സംഖ്യകൾ 3 കൂട്ടി 5 കൂട്ടി 7 കൂട്ടി 9 കൂട്ടി 11 കൂട്ടി 11, 27 കൂടെ 11 കൂട്ടിയാൽ 38. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ വർഷമാണ് 2000, 2012, 2016 നോക്കാം. ഇത് സാധാരണ വർഷമാണ്, ഇത് അതിവർഷമാണ്. ഇത് സാധാരണ വർഷമാണ്, ഇത് സാധാരണ. അതായത് ഈ 4ൻ്റെ ഗുണിതം വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. 2020 നമുക്ക് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് 4 കൊണ്ട് ഹരിക്കുമ്പോൾ നിശേഷം ഹരിക്കാൻ പറ്റും. അത് അതിവർഷമാണ്. ബാക്കിയെല്ലാം സാധാരണ വർഷമാണ്. 2018, 2022, 2026 ഒന്നും 4ൻ്റെ ഗുണിതമല്ല. 4ൻ്റെ ഗുണിതമായിട്ടുള്ളത് 2020. അതുകൊണ്ട് 2020. ഇതെല്ലാം അതിവർഷം വന്നേക്കുന്നത്. ഇത് 4ൻ്റെ ഗുണിതമാണ്, ഇത് 4ൻ്റെ ഗുണിതമാണ്, ഇത് 4ൻ്റെ ഗുണിതമാണ്. 2020 അതിവർഷം. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 4:16. ഇവിടെ ഈസ് ഇക്വലൻ്റ് ടു ഇതേപോലുള്ള ഇത് വരണം. 4, 4 സ്ക്വയർ, 4, 4 സ്ക്വയർ. ഇതപ്പോൾ ഇത് എന്തിൻ്റെ സ്ക്വയറാണ് നോക്കിയാൽ 7 സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും? 7, 7 സ്ക്വയർ. അപ്പോൾ 7 ആണ് ഉത്തരം. 7 ആണ് ഉത്തരം. ഓപ്ഷൻ സി 7 ആണ് ഉത്തരം. ഇവിടെ 4, 4 സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ 4, 16 ഈസ് ഇക്വലൻ്റ് ടു ഡാഷ് 49. 49 എന്തിൻ്റെ സ്ക്വയറാണ് നോക്കിയത്? 7 സ്ക്വയർ. അപ്പോൾ 7, 7 സ്ക്വയർ 7. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൃത്യംഗ നിയമങ്ങൾ. A⁻0 = 1. എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് പറയുന്ന 1 ആണ്. A 0 ആകരുത്. 0 ആയിക്കഴിഞ്ഞാൽ ആൻസർ 0 ആകും. 0:1, 0:2. ഇവിടെ A 0 ആകരുത്. കണ്ടീഷൻ A⁻m × A⁻n, A⁻m+n, A⁻m ഡിവൈഡഡ് ബൈ A⁻n, A⁻m -n, A⁻m the whole raised to n, A⁻m, A/b the whole raised to n, A⁻n by B⁻n, A⁻m into B⁻m, AB the whole raised to m. A⁻n എന്ന് പറഞ്ഞാൽ അത് 1/A⁻n ആണ്. A⁻−3 എന്ന് പറഞ്ഞാൽ 1/A⁻3. nth root of x equal to x raised to 1/n. Fifth root of a equal to a raised to 1/5. Square root of 3 equal to 3 raised to 1/2. അത് എത്ര? 6th root ആണെങ്കിൽ raised to 1/6 വരും. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ഈക്വൽ ടു എക്സ്. റൂട്ട് 2 തവണ ഇൻറ്റു ചെയ്താൽ അതിൻ്റെ റൂട്ട് എക്സ് ക്യാൻസൽ ആയിപ്പോൾ. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ സമം റൂട്ട് എക്സ് വൈ. അതായത് റൂട്ട് എ ബി എന്ന് പറയാം, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം. A⁻m ഈക്വൽ ടു A⁻n. അതായത് ഇവിടെ ബേസ് രണ്ടും തുല്യമായി. എ ബേസ് തുല്യമായ പവേഴ്സ് തുല്യമായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. m ഈക്വൽ ടു n. അതുപോലെ പവേഴ്സ് തുല്യമാണ്. ഇവിടെ x⁻a ഈക്വൽ ടു 5⁻a. ഇവിടെ a, ഇവിടെയും പവറും തുല്യമായാൽ ബേസ് തുല്യമായിരിക്കും. x⁻ ഈക്വൽ ടു 5.
ഒരിക്കൽ കൂടി പറയാം. a raised to 0 equal to 1, a not equal to 0. a raised to m into a raised to n, a raised to m plus n, a raised to m divided by a raised to n, a raised to m minus n, a raised to m the whole raised to n, a raised to m n, a by b the whole raised to n, a raised to n by b raised to n, a raised to m into b raised to m. ഇത് കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കാം. a b the whole raised to n, a raised to minus n എന്ന് പറയാം 1 by a raised to n, a raised to minus 5 എന്ന് പറയാം 1 by a raised to 5. nth root of x എന്ന് പറയാം x raised to 1 by n. cubic root of a എന്ന് പറയാം a raised to 1 by 3. root x into root x റൂട്ട് അങ്ങ് ക്യാൻസൽ ആയിപ്പോൾ രണ്ട് തവണ x. root x into root y എന്ന് പറയാം root xy. root a raised to m equal to a raised to n. ഇവിടെ ബേസ് രണ്ടും തുല്യം. ഇവിടെ രണ്ടിടത്ത് a ആയ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. വളരെ പ്രധാനമാണ്. m equal to n പവേഴ്സ്. ഇവിടെ പവേഴ്സ് ഈക്വൽ ആണ്. ഈ എക്സ് റേസ്റ്റ് എ ഈക്വൽ ടു 5 റേസ്റ്റ് എ. പവേഴ്സ് ഈക്വൽ ആയാൽ തിരിച്ച് ബേസ് ഈക്വൽ ആയാൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. പവേഴ്സ് ഈക്വൽ ആയാൽ ബേസ് ഇക്വേറ്റ് ചെയ്യുക. എക്സ് റേസ്റ്റ് എ ഈക്വൽ ടു 5 റേസ്റ്റ് എ എന്ന് വന്നാൽ എക്സ് ഈക്വൽ ടു 5. വ്യത്യസ്തമായതല്ല ഒറ്റയാനെ കണ്ടെത്താനാണ് ചോദ്യങ്ങൾ. സമചതുരം, ത്രികോണം, ചതുരം, സമചതുര സ്തംഭം. ഇത് മാത്രമാണ് സ്തംഭമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ലെവൽ ഫിഗറാണ്. ഇവിടെ 13, 17, 23, 27 ഒരു ഭാജ്യസംഖ്യയാണ്. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. ഭാജ്യസംഖ്യകളാണ് 13, 17, 23. ഇവിടെ 9 ഉത്തരം. കാരണം 9 ഒരു പൂർണ്ണവർഗമാണ്. 9 3ന്റെ സ്ക്വയറാണ്. 9 പൂർണ്ണവർഗമാണ്. പൂർണ്ണവർഗമായിട്ടുള്ള വേറെ ഒറ്റ സംഖ്യകൾ ഈ ഗ്രൂപ്പിൽ ഇല്ല. ഇവിടെ 9 ഉത്തരം. ഇവിടെ 97 ഉത്തരം. കാരണം ഈ 91, 93, 95 എല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. ഈ 97 പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ. 97 മാത്രം പ്രൈം നമ്പറാണ്. അതിലൊന്നും ആ സംഖ്യ മാത്രമേ ഘടകങ്ങളുണ്ടാവും. ബാക്കിയെല്ലാം ഭാജ്യസംഖ്യകളാണ്. ഇത് അഭാജ്യ സംഖ്യ. ഇവിടെ BCD ഒരക്ഷരം വിട്ടിട്ട് ഇത് IJK, ഇവിടെ STU, ഇതെല്ലാം ഓരോ അക്ഷരം വിട്ടിട്ടാണ്. ഇതാണ് ശരി ഉത്തരം. കാരണം ഇത് മാത്രം വ്യത്യസ്തമായിട്ട് ഇരിക്കും. ബാക്കിയെല്ലാം BCD ഒരക്ഷരം വിട്ടു. IJK J വിട്ടു. ഇവിടെ STU T വിട്ടു. അപ്പോൾ ഇവിടെ PN ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ ഫലപ്രദമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.